السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. صدق الله مولانا العظيم. സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, ഞാനിപ്പോൾ ഓതി കേൾപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിലെ ആദ്യ 11 ആയത്തുകളാണ്. ആരാണ് സ്വർഗാവകാശികൾ, സ്വർഗത്തെ അനന്തരമെടുക്കുന്നവർ എന്നാണ് ഇവിടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. പുണ്യ റമളാനിൻ്റെ നരകമോചനത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നുപോയി അള്ളാഹു സ്വർഗം നിർബന്ധമാക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തി ഏറ്റവും നല്ല ഒരു നന്മയുടെ മുന്നേറ്റത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും എന്ന് കരുതിയാണ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് ഒരുപാട് സ്വഭാവ വിശേഷണങ്ങൾ, അഥവാ നിസ്കാരത്തിൽ ഭക്തിയും അനാവശ്യകാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കലും സകാത്തിനെ കൃത്യമായി കൊടുത്തുവിട്ടലും അപ്രകാരം തന്നെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കലും ഉടമ്പടികളെയും അതുപോലെ സൂക്ഷിപ്പ് സ്വത്തുക്കളെയും അതിനെ കൃത്യമായി വീട്ടലും അതിനെ സൂക്ഷിക്കലും നിസ്കാരത്തെ പതിവാക്കലും, ഇങ്ങനെ ഒരുപാട് സ്വഭാവ വിശേഷണങ്ങൾ പറഞ്ഞ് അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, ഇവരാണ് ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തെ അനന്തരമെടുക്കുന്നത് എന്ന്. അപ്പോൾ സ്വർഗം ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴികളാണ് ഖുർആൻ പറയുന്നത്. ഒന്നാമത് പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് സത്യവിശ്വാസിയുടെ ചില സ്വഭാവങ്ങളും ചില വിശേഷണങ്ങളും പെരുമാറ്റ രീതികളും പറയാം. ഇവിടെ നമ്മളൊക്കെ സ്വർഗത്തിൻ്റെ അവകാശികളാകാൻ നമ്മൾ വിശ്വാസികളാകണം. ആരാണ് വിശ്വാസി? ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു, തീർച്ചയായും സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇദാ ദുക്കിറല്ലാഹു, അവരുടെ അരികിൽ അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഇങ്ങനെ കിടുകിടാ വിറക്കുന്നു. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന, വിശുദ്ധ ഖുർആനിൻ്റെ വചനം അവരുടെ അരികിൽ വെച്ച് ഓതപ്പെട്ടാൽ അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ സർവവും അള്ളാഹുവിൽ സമർപ്പിക്കുന്നവരാണ്, അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നവരാണ്. അള്ളാഹ് എന്ന് കേൾക്കുമ്പോഴേക്കും ഹൃദയം കിടുകിടാ വിറക്കുകയും കണ്ണുനീർ ഒഴുക്കുകയും ചെയ്യുന്ന നല്ല ഭയപ്പാടുള്ളവർ. അവരെക്കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറയുകയുണ്ടായി, നാളെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് വറജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാലത്ത് ഐന, ഒരു പുരുഷൻ അഥവാ ഒരു മനുഷ്യൻ അവൻ ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നു, അങ്ങനെ അവൻ കണ്ണുനീരൊഴുക്കുന്നു, ഇവനാണ് നാളെ അർശിൻ്റെ തണലുള്ളത് എന്ന് വളരെ വ്യക്തമായി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു. മഹാന്മാരൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത്, അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത് കണ്ണുനീരൊഴുക്കുന്നവർ, അവരാണ് വിശ്വാസികൾ. റസൂലുള്ളാഹി തങ്ങൾ വിശ്വാസിയെ പരിചയപ്പെടുത്തുന്നുണ്ട്, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് കണ്ണാടിയാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ഇവിടെ നാം ചിന്തിക്കണം. എന്താണ് ഒരു കണ്ണാടി നമുക്ക് നൽകുന്നത്? കണ്ണാടിയിൽ നാം ചെന്ന് നിന്നാൽ കണ്ണാടി നമുക്ക് നമ്മുടെ ന്യൂനതകൾ പറഞ്ഞു തരും. നമ്മുടെ ആ കണ്ണാടിയിൽ പതിയുന്ന ഭാഗം ഏതാണോ അതിൻ്റെ ന്യൂനതകൾ പറഞ്ഞു തരും. എന്നാൽ നമ്മുടെ ഈ ന്യൂനത മറ്റൊരാൾ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറില്ല. കണ്ണാടിയുടെ സ്വഭാവമാണ് സ്വന്തം ന്യൂനതകൾ പറഞ്ഞു തന്ന് ആ മാലിന്യങ്ങളും ആ ന്യൂനതയും ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. പിന്നീട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നാൽ കണ്ണാടി വളരെ നന്നായിട്ടുണ്ട് എന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് തരും.
എന്നാൽ നാം അവിടെ നിന്ന് പോയി മറ്റൊരാൾ വന്നാൽ അവനോട് നമ്മുടെ ന്യൂനത പറയുന്നില്ല. അഥവാ നമ്മൾ ഒരാളുടെ ന്യൂനത മറ്റൊരാളോട് പറയാതെ അത് സ്വന്തത്തിൽ വെച്ചുകൊണ്ട് തന്നെ നന്നാക്കി ന്യൂനതയില്ലാത്തവനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇനി നമുക്ക് പഴയ കാലത്ത് ന്യൂനതകൾ ഉണ്ടായിരുന്നു. ആ ന്യൂനതകളൊക്കെ മാറ്റി ദിവസങ്ങൾ കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ ചെന്നാൽ നീ അന്ന് ന്യൂനതയുണ്ടായിരുന്ന ആളായിരുന്നുവല്ലോ എന്ന് പറഞ്ഞ് നമ്മെ ഇകഴ്ത്തുകയുമില്ല. ഇതാണ് വിശ്വാസിയുടെ സ്വഭാവം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യൻ. ഒരുപാട് അർത്ഥതലങ്ങളിൽ പറയുന്നുണ്ട്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ഒരു കെട്ടിടം പോലെയാണ്. കെട്ടിടത്തിലെ ചില കല്ലുകൾക്ക്, കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് ശക്തി പകരുന്നത് പോലെ ഒരൊറ്റ ശരീരം പോലെയാണ് സത്യവിശ്വാസി. അതിൽ നിന്ന് ചിലതിന് ശക്തി കൊടുക്കുന്നു, ചിലതിന് കരുത്തു പകരുന്നു എന്നൊക്കെ പഠിപ്പിക്കുന്നു. ഇവിടെ സ്വർഗം അനന്തരമായി എടുക്കുന്ന സ്വർഗത്തിൻ്റെ അവകാശികൾ ആരാണെന്ന് പരിചയപ്പെടുത്തി ഖുർആനിൽ ഒന്നാമത് പറഞ്ഞത് അവൻ സത്യവിശ്വാസിയാണ്. ഇനി ആരാണ് ഈ സത്യവിശ്വാസി? അവൻ സ്വർഗം അനന്തരമാക്കാൻ കാരണം എന്താണ്? ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങൾ നമുക്ക് പറയാം. നല്ല വിശ്വാസികൾ ഉൾപ്പെടാൻ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളുമൊക്കെ അള്ളാഹിൻ്റെ പൊരുത്തത്തിലാക്കി ക്രമീകരിച്ച് അള്ളാഹ് എന്നുള്ള ചിന്തയിൽ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിലെ അവസാനത്തെ പുണ്യമേറിയ ദിവസങ്ങളിലെ എല്ലാ മഹത്വങ്ങളും നൽകി അള്ളാഹു നമ്മെ ആദരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.